ഈശോയിൽ സ്നേഹമുള്ള ബഹുമാനപ്പെട്ട അച്ഛന്മാർ, പ്രിയ സഹോദരി സഹോദരന്മാർ, പ്രിയ കുഞ്ഞുമക്കളെ, മാതാപിതാക്കളെ, എല്ലാവർക്കും ദൈവാനുഗ്രഹം നേരുന്നു. ഇന്നത്തെ സുവിശേഷം നമുക്ക് ഏറ്റവും സുപരിചിതമായ ഒരു സുവിശേഷ ഭാഗമാണ്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അതുപോലെ ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ. രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ചിന്തിക്കാൻ പറ്റുന്ന, ഇന്നത്തെ സുവിശേഷം നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ നടന്ന് ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ പോലും ഒത്തിരി നടക്കാനുണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ നടന്ന് വിഷമിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ അമ്മയോട് പറയും, അമ്മ ഒന്ന് എടുക്കമ്മ എന്ന് പറയും, എന്നൊന്ന് എടുക്കമ്മ. ചിലപ്പോൾ അമ്മയോ അപ്പനോ അവർ മുതിർന്നവരായതുകൊണ്ട് അവർക്ക് എടുക്കാൻ പറ്റിയേക്കും. ചിലപ്പോൾ അവരും ക്ഷീണിച്ചിട്ടുണ്ടാകാം നടന്ന്, എന്നാലും അവരെടുക്കും. ഇന്നത്തെ ഒന്നാം വായനയിൽ യെശയ്യാ പ്രവാചകൻ പുസ്തകം 40-ാം അധ്യായമാണ്. അതിൽ ദൈവത്തിൻ്റെ ഒരു ക്വാളിറ്റിയെക്കുറിച്ച് പറയുന്നത്, അവിടുന്ന് ക്ഷീണിക്കുകയോ തളരുകയോ ഇല്ല. 40:28 അവിടുന്ന് ക്ഷീണിക്കുകയോ തളരുകയോ ഇല്ല. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. ഇതാണിത്. ഈ കാര്യം തന്നെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പോൾ ഈശോയുടെ സഹനങ്ങൾ എത്രയോ ഘോരമാണ്. എന്നിട്ടും ഈശോ പറയുകയാണ്, ഈശോയ്ക്ക് നമ്മുടേത് കൂടി ഏറ്റെടുക്കാൻ സാധിക്കും എന്ന്. യഥാർത്ഥത്തിൽ ഈശോയുടെ എല്ലാം മുറിവുകളും വേദനകളും എല്ലാം നമുക്ക് ഉപകാരമാണ്. ചില സ്ഥലങ്ങളിലൊക്കെ, ഇപ്പോൾ പാലക്കാട് കർത്താവിൻ്റെ ഈ പാസ്ക് രൂപം വെച്ചുള്ള ശുശ്രൂഷകളൊക്കെ കുറവാണ്, പീഡാനുഭവ സ്വരൂപം. ഇപ്പോൾ തെക്കോട്ടൊക്കെ കുറേ ഉണ്ട്, എറണാകുളം ജില്ലയിലുണ്ട് കർത്താവിൻ്റെ പാസ്ക് രൂപം. ഈ കർത്താവ് ഇങ്ങനെ മരിച്ചു കിടക്കുന്നത് പോലും, ആ രൂപം പോലും നമ്മളിപ്പോൾ രോഗമായിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്ന ഒരു അവസ്ഥയാണത് ദൈവത്തോട്. ചിലപ്പോൾ ഒരു നടുവേദന വന്ന് കിടന്ന കിടപ്പാണെങ്കിൽ, ഈശോയെ നിൻ്റെ വേദന എനിക്കൊരു ശക്തിയാക്കി മാറ്റിത്തരണമേ, അങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കും. ഈശോയുടെ മുറിവുകൾ നമുക്ക് ഉപകാരമാണ്. കാരണം എന്താണ് ഈശോ ചുമന്നത്? ഈശോയുടെ മുറിവുകൾ, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. അത് യെശയ്യാ പ്രവാചകൻ പുസ്തകം 53-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിൽ, നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. അപ്പോൾ ഈശോയുടെ കുരിശ് പോലും നമ്മുടെ വേദനയാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കാവുന്നൊരു പ്രാർത്ഥനയാണല്ലോ ജപമാല. അത് ഈശോയുടെ തിരുമുഖ ധ്യാനമാണ്, മറിയത്തോടൊപ്പമുള്ള ഈശോയുടെ തിരുമുഖ ധ്യാനമാണ്. നിങ്ങൾക്ക് ജപമാല മണികൾ കയ്യിലില്ലെങ്കിലും എണ്ണം തെറ്റാതെ ചൊല്ലാൻ പറ്റുന്ന ഈശോയുടെ 10 മുറിവുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചൊല്ലാവുന്നതാണ്. ഈശോയുടെ തിരുശിരസിലെ മുറിവ്, പിന്നെ താഴേക്ക് വരുമ്പോൾ ഈശോയുടെ തിരുമുഖത്തിലെ മുറിവ്. എങ്ങനെ? നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുമ്പോൾ, ഒന്നാമത്തെ നന്മ നിറഞ്ഞ മറിയമയ്ക്ക് മുൻപ് ഈശോയുടെ തിരുശിരസിലെ മുറിവ്, രണ്ടാമത്തെ ഈശോയുടെ തിരുമുഖത്തിലെ മുറിവ്, മൂന്നാമത്തേത് ഈശോയുടെ തിരുത്തോളിലെ മുറിവ്, നാലാമത്തേത് ഈശോയുടെ തിരുവിലാവിലെ മുറിവ്, 5ഉം 6ഉം ഈശോയുടെ ഇടതും വലതും കൈപ്പത്തികളിലെ മുറിവ്, 7ഉം 8ഉം ഈശോയുടെ കാൽമുട്ടുകളിലെ മുറിവ്, ഇടതും വലതും, 9ഉം 10ഉം ഈശോയുടെ കാൽപാദങ്ങളിലെ മുറിവ്. എണ്ണം തെറ്റാതെ നമുക്ക് ചൊല്ലാൻ സാധിക്കും. ഈശോയുടെ സഹനങ്ങൾ നമുക്ക് ധ്യാനിക്കാൻ സാധിക്കും. ഏറ്റവും വലിയ മുറിവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപക്ഷെ വിശുദ്ധർ പറയുന്നത് ഈശോയുടെ തിരുത്തോളിലെ മുറിവാണ് ഏറ്റവും വലിയ മുറിവെന്നാണ് പറയുന്നത്. കാരണം ഈ കുരിശ് ചുമന്നിട്ട് ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞൊരഞ്ഞ് ഇവിടെ മുട്ടിന് നിരങ്ങിയാൽ പോലും ഒരു 1.5 മണിക്കൂർ നിരങ്ങിക്കഴിയുമ്പോൾ മുട്ടിലെ തൊലി പോവും. അപ്പോൾ ഈശോയുടെ തോളിൽ കുരിശിങ്ങനെ വെച്ച് നടന്ന് അതിങ്ങനെ ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞൊരഞ്ഞ് ഏറ്റവും ആഴമുള്ള മുറിവായി മാറിയത് ഈശോയുടെ തിരുത്തോളിലെ മുറിവാണെന്ന് പറയുകയാണ്. ഭാരം ചുമന്ന്
അപ്പോൾ ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നൊരു കാര്യമാണ്. കടബാധ്യത ഉണ്ടെങ്കിൽ, വീണിട്ട് എഴുന്നേക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഇനി എങ്ങനെ തീർക്കും ഈ ജീവിതം എന്നൊക്കെ ചിന്തയുണ്ടെങ്കിൽ, ഈശോയെ എനിക്ക് പറ്റണില്ല കർത്താവേ, എൻ്റെ ഭാരം ഇനി ചുമന്ന് തീർക്കാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. ഈശോയെ, നിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച് എൻ്റെ ഭാരം ചുമന്ന് എന്നെ ഒന്ന് സഹായിക്കണമേ. അങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കും. കാരണം ഈശോ മുട്ടും കുത്തി വീണു. എത്ര തവണ വീണു? കുരിശിൻ്റെ വഴിയിൽ നമ്മൾ 3 തവണയാണ് ധ്യാനിക്കുന്നത്. അതിൽ കൂടുതൽ തവണ ഈശോ വീണിട്ടുണ്ട്. എന്നിട്ടും ഈശോ ആ വീഴ്ചകൾ ഉണ്ടായിട്ടും കാൽവരി യാത്ര പൂർത്തീകരിച്ചു. നമുക്കിപ്പോഴും സംശയമാണ്, ഞാനിത് ജീവിച്ച് തീർക്കാൻ പറ്റുമോ എന്നൊരു സംശയം പലപ്പോഴും നമുക്ക് തോന്നാം. പക്ഷേ ഈശോ ആ കാൽവരി യാത്ര നടന്ന് പൂർത്തിയാക്കി. എന്തൊരു ശക്തിയാണ് ഈശോയ്ക്ക്! എന്തൊരു ശക്തിയാണ് ഈശോ! അപ്പോൾ ഈശോയോട് നമുക്കത് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 11:28, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറയുന്നത്, ഇങ്ങോട്ട് താ മക്കളെ, ഞാൻ ചുമന്ന് സഹായിച്ചോളാം, ഞാൻ നിങ്ങളുടെ ഭാരമൊക്കെ ചുമന്ന് ഞാൻ നിങ്ങളെ സഹായിച്ചോളാം എന്ന് ഈശോ പറയുന്ന പോലെ. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1-29 വാക്യം, അവൻ എന്നിൽ ശക്തിയായി ഉണർത്തുന്ന ശക്തി കൊണ്ടത്രേ ഞാൻ കഠിനമായി അധ്വാനിക്കുന്നത്. ഈശോയുടെ ശക്തിയാണ് നമുക്ക് ഉള്ളത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് എത്രയോ സുന്ദരമാണ്. ഇനി ഗെത്സമേൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ച ഈശോ, നമുക്ക് ചിലപ്പോൾ ഡിപ്രഷൻ വരിക, മാനസിക ബുദ്ധിമുട്ടുണ്ടാകുക, അത് സ്വാഭാവികമാണ്. അപ്പോൾ ഈശോയുടെ ഗെത്സമേൻ തോട്ടത്തിലെ പ്രാർത്ഥന പോലും നമുക്ക് അനുഗ്രഹമാണ്. എന്തൊരു മനക്കരുത്താണ് ഈശോയ്ക്ക്! എന്തൊരു ഉൾബലമാണ് ഈശോയ്ക്ക്! എന്തൊരു ആത്മശക്തിയാണ് ഈശോയ്ക്ക്! നമ്മളാണെങ്കിൽ അപ്പോൾ തന്നെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. ഈശോ സർവൈവ് ചെയ്തു ആ സിറ്റുവേഷൻ. അപ്പം ഈശോയുടെ മനോബലം നമുക്ക് ശക്തിയാണ്. ഈശോയെ, അങ്ങേക്കുണ്ടായിരുന്ന ആ ആത്മശക്തി എനിക്ക് തരണമേ. അത് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. ഇനി ഈശോയുടെ ഒരു മുറിവ്, ഈ തിരുശിരസിലെ മുറിവുണ്ടല്ലോ, ഓരോ മുൾമുടിയുടെ ഓരോ മുള്ളുകളും തറഞ്ഞു കയറി ഉണ്ടായ മുറിവുകൾ, തലയ്ക്ക് ചുറ്റും, ശിരസിന് ചുറ്റും മുറിവുകൾ, ആ മുറിവിൽ നിന്നൊഴുകിയ രക്തം, അവിടെ ഈശോ സഹിച്ച വേദന. നമുക്ക് എടുത്ത് പ്രാർത്ഥിക്കാവുന്ന 3 കാര്യങ്ങളാണ്: മുറിവ്, രക്തം, വേദന. മുറിവ്, രക്തം. ഈശോയെ, അങ്ങയുടെ മുറിവ്, രക്തം, വേദന എനിക്ക് സൗഖ്യമാക്കി തരണേ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾച്ചേർക്കാവുന്നൊരു കാര്യമാണ്. ഈശോയെ, അങ്ങയുടെ ശരീരത്തിലെ മുറിവ്, രക്തം, വേദന. മുട്ടുകുത്താൻ പറ്റാത്തവർക്ക് മുട്ടും കുത്തി വീണിട്ടും വീണ്ടും വീണ്ടും എഴുന്നേറ്റ് നടന്ന കർത്താവേ, അങ്ങയുടെ കാലുകൾക്ക് കിട്ടിയ അതേ ശക്തി എൻ്റെ കാലുകൾക്ക് തരണമേ. പ്രാർത്ഥിക്കാൻ പറ്റില്ലേ? ഈശോയുടെ സകലതും പ്രാർത്ഥിക്കുക. ഇനി മദ്യം കഴിച്ച് ചിലപ്പോൾ ഉള്ളിൽ അവയവങ്ങൾക്ക് എന്തെങ്കിലും കേടുപാട് പറ്റിയോ എന്ന് ആകുലതയുള്ള ഒരാൾക്ക് പ്രാർത്ഥിക്കാം. ഈശോ, അങ്ങയുടെ തിരുരക്തത്താൽ എൻ്റെ ആന്തരിക അവയവങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇല്ല, 4ാം സ്റ്റേജിലും 3ാം സ്റ്റേജിലൊക്കെ ചില ക്യാൻസറൊക്കെ തിരിച്ചറിയുന്നത് ഒരു രോഗമുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. ഈശോയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. ഇനി മാനസിക മുറിവുകളുണ്ടെങ്കിൽ, ഈശോയെ, ഇന്നൊരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ വന്നു എന്ന് കരുതുക. ഭയങ്കര നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം, എല്ലാ ദിവസവും നെഗറ്റീവായ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൂടി നമ്മൾ വലിയൊരു നെഗറ്റീവായിട്ട് മാറും. അത് പരിഹരിക്കാൻ ഒരേ ഒരു വഴിയുള്ളൂ. ഈശോയെ, അങ്ങയുടെ തിരുരക്തത്താൽ എൻ്റെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളെയും, എല്ലാ മുറിവുകളെയും, എല്ലാ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെയും കഴുകി വിശുദ്ധീകരിക്കണമേ. അങ്ങനെ പ്രാർത്ഥിച്ചൂടെ? എല്ലാ സായാഹ്നങ്ങളിലും, എല്ലാ പ്രഭാതത്തിലും, ഓരോ ദിവസവും പോസിറ്റീവ് എനർജിയോടുകൂടെ നമുക്ക് എഴുന്നേറ്റ് വരാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈശോയുടെ ഓരോ മുറിവും നമുക്ക് അനുഗ്രഹമാണ്. യെശയ്യാ 53:5, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. 1 പത്രോസ് 2:24, അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഈശോയുടെ മുറിവെല്ലാം നമുക്ക് അനുഗ്രഹം. ഇനി ഈശോയിൽ നിന്ന് പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈശോയുടെ ശാന്തത, ഹൃദയശാന്തതയും വിനീത ഹൃദയവും. അതുകൊണ്ടാണ് ഈശോയുടെ തിരുഹൃദയ സുഹൃത ജപം, ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ, എൻ്റെ ഹൃദയം അങ്ങേ ഹൃദയം പോലെ ആക്കി തീർക്കണമേ. നമ്മളത് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 26-27 വാക്യങ്ങൾ, കോപിക്കാം. നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം അതാണ്, ഭയങ്കര ദേഷ്യമാണ്. കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്.
ശരിക്കും ദേഷ്യപ്പെടുന്നത് നല്ലതാണ്, ദേഷ്യപ്പെട്ടോളൂ, ദേഷ്യപ്പെടുന്നത് നല്ലതാണ്. ഉള്ളിലുള്ള ഫ്രസ്ട്രേഷൻസ് എല്ലാം പുറത്തേക്ക് വരുന്നതാണ്. ഒരു അമ്മ മരിച്ചു, മകൾ തൊട്ടടുത്ത് നിന്ന് കരയുന്നില്ല, നമ്മളെന്ത് പറയും? അവളൊന്ന് പൊട്ടിക്കരഞ്ഞാൽ മതിയായിരുന്നു എന്ന് പറയും. കാരണം അവൾ ഉള്ളിൽ ആ വേദന കിടന്ന് ഡിപ്രഷനാകാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മളൊരു വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 5 പേര് ഒരേ സമയം ദേഷ്യപ്പെട്ടാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ ദേഷ്യം കൺട്രോൾ ചെയ്ത് പഠിക്കണ്ടേ? ദേഷ്യം കൺട്രോൾ ചെയ്ത് പഠിക്കണം. ഒരേപോലെയുള്ള സിറ്റുവേഷൻസ് കുടുംബത്തിൽ സംഭവിക്കാം. അപ്പോൾ കുറച്ചൊക്കെ പഠിച്ച് വരണം. കാരണം ദേഷ്യം അതൊരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈശോയോട് പ്രാർത്ഥിക്കണം, ഈശോയെ അങ്ങയുടെ ഹൃദയശാന്തത എനിക്ക് തരണമേ. സൂര്യാസ്തമയം വരെ നീണ്ടുപോകരുത്. കോപിക്കാം, എന്നാൽ പാപം ചെയ്ത് നിങ്ങളുടെ കോപം സൂര്യാസ്തമയം വരെ നീണ്ടുപോകരുത് എന്നാണ് വചനം പറയുക. എഫേസ്യർ 4:27, 26, 27 വചനം. അപ്പോൾ ഈ ഒരു മേഖല നമുക്ക് ഈശോയോട് അതും പ്രാർത്ഥിക്കാവുന്നതാണ്. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ, ഹൃദയ ശാന്തതയും എളിമയുമുള്ളവനേ ഈശോയേ, എൻ ഹൃദയം അങ്ങേ ഹൃദയം പോലാക്കേണമേ. ഹൃദയ ശാന്തതയും എളിമയുമുള്ളവനേ ഈശോയേ, എൻ ഹൃദയം അങ്ങേ ഹൃദയം പോലാക്കേണമേ. ക്രിസ്മസ് സമ്മാനം ചോദിച്ച് മുന്നോട്ട് പോകുന്ന ഈ നാളുകളിൽ നമ്മളെ തന്നെ ശരിയാക്കിയെടുക്കാനും ബാഹ്യമായ സൗഖ്യം കിട്ടാനും ആന്തരികമായ സൗഖ്യം കിട്ടാനും ഈശോ തന്നെ ഏക വഴി. ഒരിക്കൽ കൂടി നമുക്ക് ചേർന്ന് പാടാം. ഹൃദയ ശാന്തതയും എളിമയുമുള്ളവനേ ഈശോയേ, എൻ ഹൃദയം അങ്ങേ ഹൃദയം പോലാക്കേണമേ. ആമേൻ.